Good afternoon, all. Afternoon, ma'am. Good afternoon. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് എടുത്തത്? ഓക്കെ, മലയാളം മോണ്ടിസോറി ആണെങ്കിൽ യൂണിറ്റ് 1 ആയിരുന്നു എടുത്തത്. ആയിരുന്നോ? എവിടെ വരെ ഇട്ടു എന്ന് ഓർമ്മയുണ്ടോ? പ്രയർ ഒക്കെ കഴിഞ്ഞോ? ഇല്ല, സോറി അല്ല, ഞാൻ ചോദിച്ചാണ്. വേറെ പറഞ്ഞോ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തു. പ്രമിതയാണോ? പറയാമേ? പറഞ്ഞോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണി. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണി. കുഞ്ഞു വീടിൻ ഉൾക്കണങ്ങൾ സ്വർഗമാകണി. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണി. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണി. താങ്ക് യു. ഞാനാണ് ശ്രീലക്ഷ്മി. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡ്സ് ആണ് ഈ ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പറയണത്. ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ 2 പേര് ഉള്ളപ്പോഴാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുക. 2ൽ കൂടുതൽ പേര് വന്നാൽ എമംഗ് ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ പൊതുവായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിയാണ്, പക്ഷെ അതിന് ചെറിയൊരു എക്സെപ്ഷണൽ കേസും കൂടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ 2 പേരുടെ ഇടയിൽ 10 രൂപ ഷെയർ ചെയ്തു എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ 2 ആൾക്കാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുക. 10 rupees ഈസ് ഷെയർഡ് ബിറ്റ്വീൻ രാജു ആൻഡ് രാമു എന്ന് പറയാം. അവിടെ രാജു രാമു എന്ന് പറയുമ്പോൾ 2 വ്യക്തികളാണുള്ളത്, അതുകൊണ്ട് അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാം. 2ൽ കൂടുതൽ ആൾക്കാരാണ് ഉള്ളത്, ഇപ്പൊ ഒരു ഗ്രൂപ്പാണ്, ഒരു ക്ലാസ് റൂമിലെ കുട്ടികളെ സൂചിപ്പിക്കാനാണ്, അല്ലെങ്കിൽ പബ്ലിക്കില് ഒരു പ്രസംഗം നടക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരു ക്രൗഡാണ്, അങ്ങനെ 2ൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കില്ല. അവിടെ നമ്മൾ എമംഗ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ 20 കുട്ടികൾക്കിടയിൽ കുറച്ച് ചോക്ലേറ്റ്സ് വിതരണം ചെയ്തു എന്നാണ് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബിറ്റ്വീൻ അല്ല പറയാ. അതായത് ചോക്ലേറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 20 സ്റ്റുഡൻസ് എന്നാണ് പറയുക. അത് 2ൽ കൂടുതൽ. അപ്പൊ 2ഓ 2ൽ കൂടുതലോ നോക്കിയിട്ടാണ് നമ്മൾ ബിറ്റ്വീൻ ആണോ എമംഗ് ആണോ എന്ന് ഉപയോഗിക്കുക. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി ഇതിൽ വരണ എക്സെപ്ഷണൽ കേസ് എപ്പോഴും ഇത് പഠിച്ചു വെക്കരുത്. കാരണം 2ൽ കൂടുതൽ വന്നാൽ നമ്മൾ അപ്പൊ തന്നെ എമംഗ് ഉപയോഗിക്കണം എന്ന് പഠിച്ചു വെച്ചാൽ ചില കേസിൽ അത് തെറ്റാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. 10 rupees ഈസ് ഷെയർഡ് ഡാഷ് രാജു രാഹുൽ ആൻഡ് രാമു എന്ന് പറയുമ്പോൾ അവിടെ 3 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച റൂള് പ്രകാരം നമ്മൾ ചിന്തിക്കും 2ൽ കൂടുതൽ വന്ന എമംഗ് ആണെന്ന്. പക്ഷെ അല്ല കേട്ടോ, അവിടെ ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുക. അതിനെന്താ കാരണം എന്നും കൂടി ഞാൻ പറയാം. ഡെഫിനിറ്റ് ആയിട്ട് 3 പേരുകൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് എടുത്തു പറയും, പേരുകളായിട്ടോ വസ്തുക്കളായിട്ടോ ഡെഫിനിറ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്പർ നോക്കേണ്ട കാര്യമേ ഇല്ല. എടുത്തു പറയുന്ന എല്ലാത്തിന്റെ കൂടെ നമ്മൾ ബിറ്റ്വീൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോ 10 rupees ഈസ് ഷെയർഡ് ബിറ്റ്വീൻ രാജു രാമു ആൻഡ് രാഹുൽ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാം. 2 വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ബിറ്റ്വീൻ സീത ആൻഡ് രമണി അങ്ങനെ പറയാം. 2ൽ കൂടുതലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് ആർ ഷെയർഡ് എമംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, 2ൽ കൂടുതൽ ആൾക്കാരുണ്ട്.
അതിൽ വരുന്ന ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 ആയിക്കോട്ടെ 5 ആയിക്കോട്ടെ 5 വ്യക്തികളുടെ പേര് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് എങ്കിൽ അവിടെ എന്തായാലും ബിറ്റ്വീൻ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രേ ഉള്ളൂ മാം. താങ്ക് യു. കോഡ്സ് പറയട്ടെ. പറഞ്ഞ സ്നേഹ. All birds find shelter during rain, but the eagle avoids rain by flying above the clouds. Problems are common, but attitude makes the difference. Dr. APJ Abdul Kalam. ഓക്കെ, കോഡ്സ് നല്ലായിരുന്നു. അതേപോലെ തന്നെ സൈനിന്റെ മരുവിലായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മിയ. ഓക്കെ, അപ്പോ ലാസ്റ്റ് ക്ലാസ്സില് നമ്മള് ഇവിടെ വരെ എടുത്തേന്ന് ഓർമ്മയുണ്ടോ? മിസ്സേ പ്രയർ ഇഷ്ടായില്ലേ? പ്രേയർ ഞാൻ പറഞ്ഞു ഇഷ്ടമായി. ഞാൻ ആ കോഴ്സ് പുതിയൊരു ഐഡിയ ആയിട്ട് പറഞ്ഞോണ്ട് പറഞ്ഞാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം. ഞാനത് ലവ് അയച്ചല്ലോ, പക്ഷെ ശ്രീലക്ഷ്മിക്ക് അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിട്ടു പറഞ്ഞത്. ശരി ശരി. ഓക്കേടാ പ്രമിത, നന്നായിരുന്നു കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ഐഡിയ, പുതിയൊരു ഐഡിയ ആണ്. ഞാൻ അധികം കേട്ടിട്ടില്ല സൈനിന് അങ്ങനെ. അതുകൊണ്ടൊരു ന്യൂ ഐഡിയ ആണല്ലോ, നോളജ് അല്ലേ, എടുത്ത് പറഞ്ഞുള്ളൂ. സോറി. ഓക്കെ, അപ്പോ സാബിറ നോക്കി വെച്ചിരിക്കുന്നു. നീതു എവിടെ? നീതു ഉണ്ടല്ലേ. നീതു. സജിത നോക്കട്ടെ. സജിത ഉണ്ട്. നിഹാൽ അതില്ല, നിഹാൽ ഇല്ല തോന്നുന്നുണ്ടല്ലേ. എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സില്? എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായിരുന്നോ? സെമിനാർ അല്ലേ? ഉണ്ടായിരുന്നു അല്ലേ? ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിരുന്നു മിസ്. എന്താണ്? ആ ഫ്രെയിം വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സോളൊക്കെ പറയണം കേട്ടോ. സെമിനാർ എടുക്കാൻ റെഡിയാണോ നിങ്ങള്? സാബിറ, നീതു, സജിത റെഡിയാണോ? ഓക്കെ, നീതു ഓക്കെയാണ്. സാബിറയും സജിതയോ? മാം, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ ആശുപത്രിയിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പനിയൊക്കെ. സാബിറ? മാം, ഞാൻ വീട്ടിലില്ല, അത് കാരണം പുറത്താണ്. ഓക്കെ, കുഴപ്പമില്ല. നീതു പ്രസന്റ് ചെയ്തോളൂ സെമിനാർ. Good afternoon, everyone. First of all, I would like to thank you, Aparna Miss, for giving this opportunity to help you know more about Dr. Maria Montessori. Today, I am here to tell about Dr. Maria Montessori. So, let's start. Dr. Maria Montessori is a very well-known name in the world of education. She introduced a new method of teaching that helps children grow according to their natural abilities. അപ്പോൾ ഇറ്റലിയിലെ ചിയാരനെല്ലെ എന്ന ചെറിയ ഗ്രാമത്തിൽ 1870 ഓഗസ്റ്റ് 31 ഒരു കുഞ്ഞു പെൺകുട്ടി ജനിച്ചു. അവളുടെ പേരായിരുന്നു മറിയ മോണ്ടിസോറി. അവളുടെ അച്ഛൻ അലസാൻഡ്രോ മോണ്ടിസോറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ റീനിൽഡെ സ്ട്രോബാനി വളരെ വിദ്യാസ്നേഹിയായിരുന്നു. അമ്മയുടെ പ്രോത്സാഹനമാണ് മറിയയെ പഠനത്തിൽ ആകർഷിച്ചത്. മറിയ ചെറിയ വയസ്സിൽ തന്നെ പഠനത്തിൽ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. മാത്സ്, സയൻസ്, ലാംഗ്വേജസ് എന്നിവയിൽ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ കാലത്ത് പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മറിയ ആത്മവിശ്വാസത്തോടെയും ജ്ഞാനാർത്ഥതയോടെയും മുന്നോട്ട് നടന്നു. മറിയ ഡോക്ടർ ആകണമെന്ന വലിയ ലക്ഷ്യത്തോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ ഒരു കാലത്ത് പെൺകുട്ടികൾക്ക് മെഡിക്കൽ പഠനം ചെയ്യാൻ പോലും എളുപ്പമല്ലായിരുന്നു. 1896 ഏറെ ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ അവൾ ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി. അവൾ റോമിലെ യൂണിവേഴ്സിറ്റി ഓഫ് റോമിൽ പഠിച്ചു. അവിടെ അവൾ ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ആ ഒരു തടസ്സങ്ങളൊന്നും അവളെ പിന്മാറ്റിയില്ല. ഡോക്ടർ ആയതിനു ശേഷം മറിയ റോമിലെ ഒരു മനോരോഗ ആശുപത്രിയിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ അവൾ മാനസിക വൈകല്യമുള്ള കുട്ടികളെ കണ്ടു. ഇവർക്ക് മറ്റുള്ള കുട്ടികളെ പോലെ പഠിക്കാൻ കഴിയുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും സമീപിച്ചപ്പോൾ അവർ പതുക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയത് അവൾ നിരീക്ഷിച്ചു. ഇത് അവളുടെ മനസ്സിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. അപ്പൊ അവൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കഴിവുണ്ട്, അവരെ ശരിയായ രീതിയിൽ പിന്തുണച്ചാൽ അവർ വളരെ വലിയ വൃക്ഷങ്ങളാവും. ഇത് മറിയ മോണ്ടിസോറിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ട് തന്നെയാണ്. 1907 മറിയ റോമിലെ സാൻ ലോറൻസോ എന്ന പട്ടികയുള്ള ഒരു മേഖലയിലായിരുന്നു തന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത്.
അവൾ അതിന് പേരിട്ടത് കാസേഗെ ബെമ്പനി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഹോം എന്നുള്ളതാണ്. ഇവിടെ മറിയ പുതിയൊരു രീതിയിലാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഷീ വർക്ക്ഡ് വിത്ത് നോർമൽ ചിൽഡ്രൻ ഏജ്ഡ് 3 to 6, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവരുടെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷീ ക്രിയേറ്റഡ് സ്പെഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ഹെൽപ്പ് ചിൽഡ്രൻ ലേൺ ഓൺ ദെയർ ഓൺ. അവിടെ ഒരു ലേണിംഗ് മെറ്റീരിയൽസ് തന്നെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഷീ അലൗഡ് ചിൽഡ്രൻ ടു മൂവ് ഫ്രീലി, ചൂസ് ദെയർ ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് വർക്ക് അറ്റ് ദെയർ ഓൺ പ്ലേസ്. സ്വതന്ത്രമായിട്ട് കുട്ടികളെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തു. നെക്സ്റ്റ് മോണ്ടിസറി മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോണ്ടിസറി മെത്തേഡ് എന്നത് ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള ഒരു പഠന രീതി തന്നെയാണ്. അതിനകത്ത് ഒരു 6 ആശയങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റെസ്പെക്ട് ഫോർ ദ ചൈൽഡ്. ചിൽഡ്രൻ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് കൈൻഡ്നസ് ആൻഡ് റെസ്പെക്ട്. സെക്കൻഡ് വൺ, ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ്. ചിൽഡ്രൻസിനെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വിടണം. അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ അനുവദിക്കണം. തേർഡ് വൺ, ലേണിംഗ് ബൈ ഡൂയിങ്. ചിൽഡ്രൻ യൂസ് സ്പെഷ്യൽ മെറ്റീരിയൽസ് ടു ലേൺ ബൈ ടച്ചിങ് ആൻഡ് ഡൂയിങ്. അതായത് കാഴ്ച, സ്പർശം, കേൾവി അതെല്ലാം അതുമൂലം അതിലൂടെ അറിവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് മോണ്ടിസറി മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ഫോർത്ത് വൺ, പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ദ ക്ലാസ് റൂം ഈസ് നീറ്റ്, കാം ആൻഡ് ഫുൾ ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ്. നെക്സ്റ്റ്, മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ്. ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ലേൺ ടുഗദർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ. വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരെ മിക്സ് ചെയ്തുകൊണ്ട് പഠിക്കാൻ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ, ടീച്ചർ ആസ് എ ഗൈഡ്. ദ ടീച്ചർ വാച്ചസ് ആൻഡ് ഹെൽപ്സ് ബട്ട് ഡസ് നോട്ട് ലെക്ചർ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നിരീക്ഷിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഒരു ലെക്ചറായിട്ട് നിൽക്കരുത് എന്നുള്ളതായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ആശയങ്ങൾ. നെക്സ്റ്റ്, മോണ്ടിസറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോണ്ടിസറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മറിയ മോണ്ടിസോറി ക്രിയേറ്റഡ് മെനി യൂണിക് ലേണിംഗ് ടൂൾസ് ഫോർ ചിൽഡ്രൻ. അതിനകത്ത് ഫസ്റ്റ് വൺ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ട് ആൽഫബറ്റ്സ് ലേൺ ചെയ്യാൻ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, നമ്പർ റൂട്ട്സ്. ടു അണ്ടർസ്റ്റാൻഡ് നമ്പേഴ്സ് ആൻഡ് കൗണ്ടിങ്. നമ്പറും കൗണ്ടിങ്ങും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്പർ റൂട്ട്സ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, തിങ്ക് ടവർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ടു ലേൺ അബൌട്ട് സൈസ് ആൻഡ് ഓർഡർ. സൈസ്, ഓർഡർ ഒക്കെ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിങ്ക് ടവർ. നെക്സ്റ്റ്, ഡെപ്സ് ആൻഡ് കൗണ്ടേഴ്സ്. അതായത് മാത്സ് പാറ്റേൺസ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണത്. ചിൽഡ്രൻ ലേൺ ത്രൂ യൂസിങ് ദീസ് മെറ്റീരിയൽ വിത്ത് ദെയർ ഹാൻഡ്സ് ആൻഡ് മൈൻഡ്സ് ടുഗദർ. അവിടെ കൈയും മനസ്സും ഒപ്പം ടുഗദർ, അതായത് ഒപ്പം കൊണ്ടാണ് അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ മറിയ മോണ്ടിസോറി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം, ചിൽഡ്രൻ ക്യാൻ ചൂസ് ദ മെറ്റീരിയൽസ് ദ ലൈക്ക് ആൻഡ് വർക്ക് പീസ്ഫുള്ളി. നെക്സ്റ്റ്, ഇന്റർനാഷണൽ വർക്ക് ആൻഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോണ്ടിസോറി രീതി യൂറോപ്പിലെയും ഇന്ത്യയിലെയും അമേരിക്കയിലെയും സ്കൂളുകളിലൊക്കെ വ്യാപിച്ചു. ഷീ ട്രെയിൻഡ് ടീച്ചേഴ്സ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. പല വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ടീച്ചറിനെ ട്രെയിൻ ചെയ്യാനായിട്ട് മറിയ മോണ്ടിസോറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഷീ ഗേവ് ലെക്ചേഴ്സ് ആൻഡ് ബ്രോഡ് ബുക്സ് ഓൺ എഡ്യൂക്കേഷൻ. ഡ്യൂറിംഗ് വേൾഡ് വാർ II, ഷീ മൂവ്ഡ് ടു ഇന്ത്യ, where she spent many years teaching and spreading her method. വേൾഡ് വാറിന്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് മറിയ മോണ്ടിസോറിക്ക് ഇന്ത്യയിലോട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇന്ത്യയിൽ കുറെ വർഷം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമില് നമ്മുടെ രാജ്യത്ത് കുറെ പേരെ ടീച്ച് ചെയ്യാനും അവർ കൊണ്ടുവന്ന ഒരു മെത്തേഡ് നമ്മുടെ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഷീ മെറ്റ് ആൻഡ് വർക്ക്ഡ് വിത്ത് മഹാത്മാഗാന്ധി ഹു സപ്പോർട്ടഡ് ഹിയർ ഐഡിയാസ്. അതായത് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തില് അവരുടെ ആശയങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാനും അവരുടെ മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഒരു സപ്പോർട്ടും ഈ ഒരു ഐഡിയക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷി വാസ് നോമിനേറ്റഡ് ഫോർ ദ നോബൽ പീസ് പ്രൈസ് 3 times. 3 തവണ നോബൽ പ്രൈസിന്റെ ഇതില് അവര് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1949-ലും 50-ലും 1950-ലും 1951-ലും മറിയ മോണ്ടിസോറി നോബൽ ഇതില് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. In her later years, Maria continued her work with dedication. She believed education could bring peace to the world. She worked until her last days. അവരുടെ അവസാന കാലഘട്ടം വരെ അവരുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. 81-ാം വയസ്സിൽ, അതായത് 1982 May 6 നെതർലാൻഡിൽ നോർവിച്ച് എന്ന സ്ഥലത്ത് അവർ മരണപ്പെട്ടു. പക്ഷെ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ആശയങ്ങൾ ഇന്നും ലോകമെമ്പാടും ജീവിച്ചിരിക്കുന്നുണ്ട്.
അതുപോലെ ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിന് മോണ്ടിസറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം വഴി ലോകത്തിൽ സമാധാനം വരുത്തുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു. Her methods are still important today and help children to grow into confident and independent individuals. We can truly say that she was a messenger of peace and meaning for children. അതായത് കുട്ടികളുടെ പ്രതിഭയെ മനസ്സിലാക്കുക, അവരെ വിശ്വസിക്കുക, വഴി കാണിക്കുക, അവരാണ് നാളെയുടെ ലോകം. മരിയ മോണ്ടിസോറി അവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു ഗണിതോ. താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഒബ്സർവേഷൻ 5 പോയിന്റ് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, നമ്മള് ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഫ്രെയിം അല്ലെ? ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫ്രെയിം? മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്കൊന്ന് എല്ലാവർക്കും പ്രസന്റ് ചെയ്യാനുള്ള അവസരം തരാം. ഓക്കെ, പേര് മെസ്സേജ് അയക്കണം കേട്ടോ. മെസ്സേജ് ആയിട്ട് പേര് വരണം. മാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിക്കണേ. 5 ഫ്രെയിം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, കാരണം ഓക്കെ മാം, ഞാനും അടുത്ത ദിവസം കാണിക്കാട്ടോ. ഞാൻ ഹോസ്പിറ്റലിലാണ്, അത്താണി മെഡിക്കൽ കോളേജിലാണ്. ഓക്കേടാ, സെമിനാറും ഞാൻ ടൈം തരുന്നതായിരിക്കും. നമുക്ക് ഈ ക്ലാസ്സുകളില് മോണ്ടിസോറിയുടെ ഏത് ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഈ സെമിനാർസ് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സെമിനാറിന്റെ കാര്യമായാലും മെറ്റീരിയൽസിന്റെ ആയാലും നമുക്ക് ക്ലാസ്സിൽ ടൈം തരാം കേട്ടോ. ബാക്കിയുള്ളവർ ഞാൻ ചെയ്തായിരുന്നു മിസ്സേ. വീട്ടിലാണ് ഇപ്പൊ? ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്സേ. പ്രസന്റ് ചെയ്തോണ്ടാ. നെറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തോട്ടാ. ഇത് ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ രീതിയിൽ ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, വുഡ് എവിടെ നിന്ന് കിട്ടി? മെറ്റീരിയല് ഫ്രെയിം എവിടെ നിന്ന് കിട്ടി? വാങ്ങിച്ചാണാടാ ഫ്രെയിം? മ്യൂട്ട് ഓൺ ആക്കോ? മൂന്ന് ഫിംഗർ യൂസ് ചെയ്ത് ഞാൻ ഹോൾഡ്. അത് നോക്കി വെക്കണം, എത്ര ഫിംഗേഴ്സ് യൂസ് ചെയ്ത് വേണം അത് കറക്റ്റ് ആയിട്ട് എടുക്കാനൊക്കെ ഉള്ളത്. ഈ ഫ്രെയിം മോൻ ക്രിയേറ്റ് ചെയ്താണോ? കറക്റ്റ് ആണ്, നന്നായിട്ടുണ്ട്. മ്യൂട്ട് മാറ്റിയിട്ട് പറയോടാ, മ്യൂട്ടാണ്, ഒന്നും കേൾക്കുന്നില്ല പറയുന്നത്. ഫ്രെയിം വാങ്ങിയതാണ്, ഒരു ഇതിങ്ങനെ പണിയാണ് ഒരാളുടെ അടുത്തുനിന്ന് ചോദിച്ചപ്പോ കിട്ടിയതാ. ആണോ? പൈസ ആയോ? എന്താ മിസ്സേ? ക്യാഷ് വാങ്ങിച്ചത്? ഇല്ല, ഇത് ശരിക്കും ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഒരു മോഡലിന് ഞാൻ ഇത് ചോദിച്ചു വാങ്ങിയതാ. ഇതിന്റെ താഴെ സ്ക്രൂ ഉണ്ടായിരുന്നു, അതിപ്പോ ഞാൻ മര്യാദയ്ക്കൊന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല, അതിങ്ങനെ ഊരിയൊക്കെ എടുക്കണം. കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് ഫ്രെയിം വരുന്നത്. പിന്നെ അതിന്റെ ആ വേറൊരെണ്ണം കൂടി, ആ വെൽക്കോ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അതിപ്പോ ഇതിനകത്തേക്ക് ഇനി ഇടണമെങ്കിൽ ഇത് ഞാൻ ഊരണം. അത് ഞാൻ ഇതിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്, ആ വെൽക്കോ എന്നുള്ള. അതിപ്പോ വെൽക്രോ ഇടണ്ട, അല്ലാണ്ട് കാണിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. എടുക്കുക ഒരാഴ്ച ഭയങ്കര പാടായിരിക്കില്ല, അതൊന്ന് സെറ്റ് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ഇതെന്താണ്? വെൽക്രോ ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഈ ഫ്രെയിം നമുക്ക് സ്ക്രൂ വെച്ചിട്ടത് മാറ്റി അടുത്ത ഫ്രെയിം ഇടാനൊക്കെ പറ്റും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 2 ഫ്രെയിമേ ഉള്ളൂ. അതിൽ നമ്മളിങ്ങനെ മെറ്റീരിയൽസ് മാറ്റി ഇട്ടാണ് ചെയ്യാറ്. അതും മോനെ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം, നെറ്റ് അങ്ങനെ ചെയ്തിരിക്കണം. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ ചെയ്തിരിക്കണേ? ബാക്കിയുള്ള ഫ്രെയിമുകളും കൂടി ചെയ്തോട്ടോ. നെക്സ്റ്റ് ആരാ ചെയ്തിരിക്കണേ?
മാം ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു വളരെ സിമ്പിളായ മെത്തേഡിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷർട്ടില്ലേ, ഷർട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ഫ്രെയിമിൽ അത് ഫിറ്റ് ചെയ്തു. ഫ്രെയിം ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ കാണിക്കണോ? കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഫ്രെയിം ചെയ്തു. എന്നിട്ട് എന്താ എടാ ക്യാമറ ഓൺ ചെയ്യാനാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ടോപ്പിൽ റൊട്ടേഷൻ കിടക്കുന്നുണ്ട്. റൊട്ടേഷൻ പോലെ മൈക്കിന്റെ അവിടെയായിട്ട് റൊട്ടേഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിലായിട്ട്. ഓക്കേടാ മതി. ബട്ടൺ ഫ്രെയിം നമുക്ക് ഏകദേശം കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല. ബട്ടൺസ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അൺഹോൾഡ് ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മതി, നന്നായിട്ടുണ്ട്. ചാർട്ട് ചെയ്തിട്ടുണ്ട്. 1 2 3 നമ്പർ ചാർട്ട്. ഓ ചാർട്ട് ചെയ്തായിരുന്നു. ആൽഫബറ്റ് ചാർട്ട്. ഓക്കേടാ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ആണോ? മുമ്പ് പറഞ്ഞതായിരുന്നോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതാണ് മാം. ഞാനിപ്പോ മുമ്പ് പറഞ്ഞല്ലേ? ഓക്കെ. വേറെ ആരും ചെയ്തിട്ടില്ല ഫ്രെയിം? അവസരമില്ലാട്ട് ഇനി കാണിക്കാം ക്ലാസ്. വേറെ ചെയ്തിട്ടുണ്ട്. ആ ഇതിന് ശരിയാന്നോ എനിക്കറിയില്ല. ഞാൻ ഈ ഫ്രെയിം കാർഡ്ബോർഡിൽ ചെയ്തതാണ്. കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസ് അല്ലേ, വുഡനിലാണ് അത് വരുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്ത് ഡ്രസ് ചെയ്യോ? ഇതിലെങ്ങനെ ഒരു 2 ആരോ മാർക്ക് ഉണ്ട്. റൊട്ടേഷൻ മൈക്ക് പോലെ ഒരു സിമ്പിൾ മുകളിലായിട്ട് ഫോണിന്റെ മുകളിലായിട്ട് ടോപ്പിലായിട്ട്. ആ കണ്ടു. ഓക്കെ ഇല്ലേ? റൊട്ടേഷൻ എടുപ്പുണ്ടല്ലോ. ഓക്കെ സെറ്റ്. നന്നായിട്ടുണ്ടല്ലോ. നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്തതല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫുഡിനൊന്നും കിട്ടണമെന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്ത് അതില് വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് ഒരു മോഡൽ പോലെ ചെയ്ത് ഒറ്റൊന്നേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് കറക്റ്റ് ആണോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇത് ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. നമ്പർ ചെയ്യാൻ പറയുന്നത് എന്താണ്? നമ്പേഴ്സോ? നമ്പർ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് ഇത് നിങ്ങൾ പ്രസന്റ് ചെയ്താണോ? ഞാൻ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കാണിച്ചിട്ടില്ലാത്തോണ്ടാണ്. ഓക്കെ ഓക്കേടാ. ഫയലെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. സെറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരും പ്രസന്റ് ചെയ്യാനില്ലല്ലോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഹർ ഒബ്സർവേഷൻസ് കഴിഞ്ഞു. നമ്മള് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. ആ പാരഗ്രാഫ് ആരാ ഒന്ന് റീഡ് ചെയ്യാ? ഞാൻ റീഡ് ചെയ്യാം. റീഡ് ചെയ്തോട്ടാ. എടാ ഫിസിക്സ് റീഡ് ചെയ്തത് സൈക്കിക് എന്നാണ്. ചേഞ്ച് ചെയ്യണേ. എല്ലാവരും ടെസ്റ്റിൽ അതൊന്ന് ചേഞ്ച് ചെയ്തേക്കിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് ബ്ലൂ ഇങ്ക് പോലെ തോന്നുന്നില്ലേ? ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതോ എനിക്ക് അറിഞ്ഞൂടാ. ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മനസ്സിലായോ? ആദ്യത്തെ പാരഗ്രാഫില് രണ്ടെണ്ണം അത് ഫിസിക്സ് കിടക്കുന്നേ. അതങ്ങനെയല്ല, സൈക്കിക് എന്നാണ്. സൈക്കിക് ആക്കിക്കോട്ടാ. എഡിറ്റ് ചെയ്തോ. PSYCHIC സൈക്കിക്. ഓക്കെ. റീഡ് ചെയ്തോട്ടാ. മുമ്പ് റീഡ് ചെയ്യുമ്പോഴും മാറ്റി റീഡ് ചെയ്യണോട്ടാ. കണ്ടിന്യൂ ചെയ്ത് റീഡ് ചെയ്യാം.
Dr. Maria Montessori formally announced that the child must possess within him a predetermined pattern of psychic unfolding which is not obvious at birth. She referred to them as the spiritual embryo. Montessori was of the view that for the psychic pattern to reveal itself, two conditions must be satisfied. First, the environment to understand or come to terms with the limit of his universe. Second, he needs freedom to disclose himself. If these two conditions are absent, the psychic life of the child will not reach its potential and his personality will be retarded. Believing that the child has real constructive energy and unrecognized intellectual powers, Montessori emphasized the need to use this energy to generate a new world for humanity. ഓക്കെ. അപ്പോ മരിയ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് സൈക്കിക് ഡെവലപ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെല്ലാവരും ഒരു സ്പിരിച്വൽ എംബ്രിയോ ആയിട്ടാണ് മോണ്ടിസോറി പറയുന്നത്. എന്ന് വെച്ചാല് അവരുടെ മൈൻഡ് ഇപ്പോഴും ഒരു എംബ്രിയോനെ പോലെയാണ്. അവരുടെ മൈൻഡിൽ ഡെവലപ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് വരുന്നത്. എങ്ങനെയാണ് അവർ സൈക്കിക് സ്പിരിച്വൽ എംബ്രിയോയിൽ നിന്ന് മാറുന്നത്. അവർ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഫസ്റ്റ് കുട്ടികൾ അവരുടെ യൂണിവേഴ്സ്, അവരുടെ ചുറ്റുപാട് അല്ലെങ്കിൽ എൻവിയോൺമെന്റ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ആ എൻവിയോൺമെന്റിൽ നിന്നാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ മെയിൻ ആയിട്ട് കുട്ടികളുടെ എൻവിയോൺമെന്റ് ഏതൊക്കെയാണ്? ഹോം ആൻഡ് സറൗണ്ടിങ്സ്, സൊസൈറ്റി, അവൻ ജീവിക്കുന്ന സമൂഹം ആൻഡ് സ്കൂൾ. ഈ മൂന്ന് എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികൾ മിങ്കിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് കുട്ടികളിലെ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സെക്കൻഡ് പറയുന്നത് അവനൊരു ഫ്രീഡം കൊടുക്കണം. അവന്റെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഫ്രീഡം നമ്മൾ അലോ ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ നമ്മൾ എന്താണ് സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. മെയിൻ ആയിട്ട് എന്താണ്? അവന്റെ ചുറ്റുപാടും അതേപോലെ തന്നെ അവന്റെ എൻവയോൺമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന അവന് കൊടുക്കേണ്ട ഫ്രീഡം. കുട്ടികള് ഓരോ ആക്ടിവിറ്റീസും അവർ തന്നെ എന്ത് ചെയ്യണം? ചെയ്യട്ടെ, നമ്മൾ അലോ ചെയ്യണം. അവർ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഓരോ കാര്യങ്ങളും അവർ തനിയെ മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അലോ ചെയ്യുന്നില്ല, ഇത് രണ്ടും ആബ്സെന്റ് ആണ്. അവന് സമൂഹമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ല, സ്കൂളിലൊന്നും പോകുന്നില്ല, ഒരു ഹോം എന്ന് പറയുന്ന സാഹചര്യമേ കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് സൈക്കിക് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി വളരെ റിട്ടേൺഡ് ആയിരിക്കും. വെച്ചാല് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ, ഞാൻ ഒരു ഫിലിമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരു ഫിലിമാണ് അത്. ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവൻ ഒരു തടവ്, എന്താ പറയാ, ഒരു പ്രിസൺ എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള പ്രിസൺ അല്ല, അല്ലാതെ ഒരു തടവിലാണ്. അവന്റെ അമ്മയും തടവിലാണ് താമസിക്കുന്നത്. അപ്പോ അവൻ എങ്ങനെ അതിൽ നിന്ന് എക്സ്കേപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ എക്സ്കേപ്പ് ചെയ്തതിന് ശേഷം അവൻ പെട്ടെന്ന് സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ആവാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവനെ അറിയില്ല. ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ച് അവനൊരു ധാരണയില്ല. എന്താണ് ഹോം, എന്താണ് സൊസൈറ്റി, എന്താണ് സ്കൂൾ എന്നുള്ളതിനെ കുറിച്ചൊന്നും അവന് ഏകദേശം ധാരണയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളിലെ ഈ ഡെവലപ്മെന്റ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? റിട്ടൈൻഡ് ആയിരിക്കും, വീക്ക് ആയിരിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സംഭവിക്കണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് അവന്റെ ചുറ്റുപാടും അവന്റെ എൻവയോൺമെന്റ്. അത് എൻവയോൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അക്വയർ ചെയ്യുന്നുണ്ട്. അവർ എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ചുറ്റുപാടും അവൻ മനസ്സിലാക്കുന്നുണ്ട്. എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ്, കം ടു ടേംസ് വിത്ത് ദ ലിമിറ്റ് ഓഫ് ഹിസ് യൂണിവേഴ്സ്. അവന്റെ ലിമിറ്റിലുള്ള ചുറ്റുപാടും അവന് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും എൻവയോൺമെന്റ് അവന് കോണ്ടാക്റ്റിലേക്ക് വരുന്ന വ്യക്തികളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് അവന് ഫ്രീഡം ആണ് വേണ്ടത്. എത്ര അമ്മമാര് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കി, എത്ര പേര് കുട്ടികളെ കൊണ്ട് സ്വയം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ അലോ ചെയ്യിക്കുന്നുണ്ട്? ചെറിയ അവന് ചെയ്യിച്ചിരുന്നു മാഡം. എൻ്റെ മൂത്ത 2 കുട്ടികളെ കൊണ്ട് നെല്ലിക്ക ഉപ്പിലിടിച്ചു. ആ ഒരു ഗ്ലാസ് ബൗളും എല്ലാം കൊടുത്ത് അവരെന്നെ കഴുകി അവരെന്നെ തുടച്ച് ഉപ്പിലിട്ട്, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നെല്ലിക്കൊന്നും കണ്ട കഴിക്കാത്ത അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ്. ദിവസം ഇതായോ നോക്കി അത് കഴിക്കാത്തതാണ്. അപ്പൊ അവരുണ്ടാക്കിയത് കൊണ്ട് അവർക്ക് അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ്. നല്ലൊരു കാര്യമാണ്.
നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രീഡം കൊടുക്കണം. ശരിക്കും മെയിൻ ആയിട്ട് അമ്മമാരാണ് കുട്ടികൾക്കൊണ്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യിക്കാത്തത്. അങ്ങനെ ഒരു ആക്ടിവിറ്റീസും ചെയ്യിക്കാൻ നമ്മൾ വളർത്തിക്കൊണ്ട് വരാണെങ്കിൽ അവർക്ക് ഒരു കാര്യം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അമ്മ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ ചെയ്താൽ ശരിയാവില്ല. പക്ഷെ അതെങ്ങനെ ശരിയാവുന്നത്? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ മാത്രമാണ് അവർക്ക് അതിൽ പെർഫെക്റ്റ് ആവാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളൊരു കാര്യത്തിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പെർഫെക്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ കുട്ടികളെ കൊണ്ട് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് ആ ഒരു സൈക്കിൾ ഡെവലപ്മെന്റ് സംഭവിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് വരും? ഒരു പേഴ്സണാലിറ്റി ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മന്ദഗതിയിലേക്ക് പോകും, പേഴ്സണാലിറ്റി റിട്ടൈൻഡ് ആവും, മന്ദഗതിയിലായിരിക്കും, സ്ലോ ആയിരിക്കും ഡെവലപ്മെന്റ്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലോ ചെയ്യണം. ദെൻ നമുക്കറിയാം മെയിൻ ആയിട്ട് കുട്ടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി അത് ഐഡന്റിഫൈ ചെയ്യണം. അൺറെക്കഗ്നൈസ്ഡ് ഇന്റലിജന്റ് പവർ ഉണ്ടാവും കുട്ടികളിൽ. അവർക്ക് എന്താണ് ഇന്റലിജന്റ് ആയിട്ടുള്ള പവർ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് എന്താണ് അവർക്ക് എന്താണ് അവരുടെ കഴിവ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കണം. മോണ്ടിസോറി എംഫസൈസ് ദ നീഡ് ടു യൂസ് ദിസ് എനർജി ടു ജനറേറ്റ് ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി. മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര മാക്സിമം എനർജി ആയിരിക്കും അല്ലേ. നമ്മൾ പറയില്ല ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയാണ്, ഹൈപ്പർ ആക്ടിവിറ്റീസ് ആണ് അവന് എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ എനർജി അവര് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നല്ലൊരു വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടീനെ ചെസ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കാന്ന് വിചാരിക്കും. ചെസ് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെസ് ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അവന്റെ ഫുൾ കോൺസെൻട്രേഷനും ഏതൊരു ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? ചെസ് എന്ന് പറയുന്ന ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. മേ ബി അവരൊരു ചെസ് പ്ലെയർ ഒക്കെ ആയിട്ട് മാറും. കാരണം ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ്, ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഡെവലപ്മെന്റ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ആ കുട്ടീനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ഈ ഒരു വർക്കിലേക്ക്, ആ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ്സിനെ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുട്ടികളിൽ കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതായിട്ട് മരിയാം മോണ്ടിസോറി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ മാത്രമാണ് നമുക്കൊരു ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നാണ് മരിയാം മോണ്ടിസോറി പറയുന്നത്. അതെങ്ങനെയാണ് ഒരു ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു വേർഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഓക്കെ, ദീപ്തി റീഡ് ചെയ്യോടാ? Yes, ma'am. വായിക്കട്ടെ. വായിച്ചോ. Maria Montessori was requested by a building society to conduct a daycare center for some slum children at a place called San Lorenzo. So റീഡ് ചെയ്തോടാ. on the basis for her findings, Montessori started the school named Casa dei Bambini, meaning the house of children. In 1997, thus she centered on teaching the students ways to evolve their own skill at a pace they set. A principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of schools she started in Italy. ഓക്കെ കേട്ടാ. മോണ്ടിസോറി നമ്മൾ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് തോട്ട്സും കാര്യങ്ങളൊക്കെ മോണ്ടിസോറി എന്ത് ചെയ്തു? ഷെയർ ചെയ്തു, പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് മോണ്ടിസോറിക്ക് ഒരു റിക്വസ്റ്റ് വന്നു. ഒരു ബിൽഡിംഗ് സൊസൈറ്റിയുടെ റിക്വസ്റ്റ് ആയിരുന്നു. സ്ലംസ് ഏരിയയില്, സാൻ ലോറൻസോ എന്ന് പറയുന്ന പ്ലേസിൽ സ്ലംസ് ഏരിയ നമുക്കറിയാലോ, ഒരു ചേരി പ്രദേശത്ത് ഒരു ഡേ കെയർ സെന്റേഴ്സ്, അവരുടെ പാരന്റ്സ് ഒക്കെ വർക്കിങ്ങിന് പോവാണ്. അപ്പൊ കുട്ടികൾ ഫുള്ളും അവിടെ വെറുതെ എന്താ പറയാ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു റിക്വസ്റ്റ് മരിയാം മോണ്ടിസോറിക്ക് വന്നു. അപ്പൊ അതിന്റെ ബേസില് മരിയാം മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂള് ഇപ്പൊ ഈ കണ്ട ബേസിന്റെ ഒക്കെ ഫൈൻഡിങ്സിന്റെ ബേസിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിന്റെ പേരെന്താണ്? എല്ലാരും പറഞ്ഞേ, എന്താണ്? Casa dei Bambini.
ഓക്കെ, കാസാഡി ബാഗ്രി എന്ന് പറയുന്ന സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വേർഡ് മീനിങ് തന്നെ ദ ഹൗസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ വീട്, ദ ഹൗസ് ഓഫ് ചിൽഡ്രൻ ആണ്. ഏത് ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് നോക്കി വെക്കണം. 1907 ആണ്. ഷീ സെന്റേഡ് ഓൺ ടീച്ചിങ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ ടീച്ച് ചെയ്യുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വേ ടു ഇൻവോൾവ് ദെയർ ഓൺ സ്കിൽ അറ്റ് എ പീസ് ദേ സെറ്റ്, അവരുടെ സ്വന്തം സ്കിൽ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നു, സ്വയമേ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തത്. എ പ്രിൻസിപ്പൽ മോണ്ടിസോറി കോൾഡ്, അതിന്റെ ഒരു പ്രിൻസിപ്പിൾസ് മോണ്ടിസോറി പറയുന്നുണ്ട് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, സ്വയം ആണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഓട്ടോ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, സ്വയം പഠനം എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് സ്കൂളാണ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ സ്കൂള്. ഇന്ന് കാണുന്ന മോണ്ടിസോറി ചെയിൻ ഓഫ് സ്കൂളിന്റെ ആദ്യത്തെ സ്കൂളാണ് ഇത്. ഏത് സ്കൂളാണ്? കാസ ഡി ബാപ്പിനി എന്ന് പറയുന്ന സ്കൂള്. 1907 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് മോണ്ടിസോറിക്ക് ഒരുപാട് കാര്യങ്ങളെ കുട്ടികളിൽ കണ്ട് മനസ്സിലാക്കാനും നേരിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. റീഡ് ചെയ്യോ അത്? Through experimentation, she defined her methods, which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this leads to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education: The Discovery of Child Education for a New World, The Secret of Education, Child Training, The Child's Place and Education, Reconstruction in Education, The Montessori Method, The Advanced Montessori Method, etc. are some of her works. ഓക്കെ കേട്ടോ. അപ്പോ ത്രൂ എക്സ്പെരിമെന്റേഷനിലൂടെയും ഒന്നും ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും മോണ്ടിസോറി എന്ത് ചെയ്തു? ഒരു പുതിയ മെത്തേഡ് ഡിസ്കവർ ചെയ്തു. Through experimentation, she defined her method which draw an attention to the whole world. അപ്പൊ ഈ കുട്ടികളിൽ വന്ന മാറ്റം, സ്ലംസ് ഏരിയയിലുള്ള കുട്ടികളിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അത് വേൾഡ് വൈഡ് അറ്റൻഷനിലേക്ക് അത് ആ ഒരു കാര്യം വന്നു. ഷീ ഇൻവൈറ്റഡ് വേൾഡ് വൈഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഹർ മെത്തേഡ്. ഈ മെത്തേഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും ഇൻവിറ്റേഷൻസ് വന്നു. അതേപോലെ മോണ്ടിസോറി അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മോണ്ടിസോറി സ്കൂളുകൾ ഡിഫറെന്റ് കൺട്രീസിൽ വേൾഡ് വൈഡ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ മോണ്ടിസോറി ഇപ്പം ഒരുപാട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ നമ്മളിന്ന് കാണുന്ന സ്കൂൾ, ഇപ്പൊ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂളെങ്കിലും ഉണ്ടാവും ഇല്ലേ? നമ്മുടെ ചുറ്റുപാടും ഏതെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂളെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 250 meters or 500 meters അകലെ ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. അത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ ഏബിൾ എന്ന് പറയുമ്പോൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. അതുകൂടാതെ പറവൂർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും എന്തുണ്ട്? ഒരു മോണ്ടിസോറി സ്കൂളുണ്ട്. പറവൂരല്ല, നന്ന ആ ഒരു ഭാഗത്ത് ഒരു മോണ്ടിസോറി സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇനി കാണുന്ന മോണ്ടിസോറി സ്കൂളുകളുടെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഒരു ഹൗസ് ഓഫ് ചിൽഡ്രൻസിന്റെ ബേസ് അല്ലെങ്കിൽ മോണ്ടിസോറി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്കൂളിൽ നിന്നാണ്. ആ ഒരു മെത്തേഡും ആ ഒരു വ്യൂസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇനി കാണുന്ന സ്കൂളുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തോന്ന്. പക്ഷെ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നില്ല. ഒത്തിരി ഡിഫിക്കൽട്ടീസ് മോണ്ടിസോറി ഫേസ് ചെയ്തിരുന്നു. ഒരുപാട് പേര് ഒബ്ജക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തർക്കിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡ് ഇങ്ങനെയല്ല, അതും ഫേക്ക് എന്ന് വെച്ചാൽ ശരിയാവില്ല, കുട്ടികളെ കളിപ്പാട്ടം വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഓപ്പോസിറ്റ് നിന്നിട്ട് മോണ്ടിസോറി ഒരു മെത്തേഡ് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മോണ്ടിസോറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ മോണ്ടിസോറി ഇനി നിങ്ങൾ കോഴ്സ് ഒക്കെ ചെയ്യില്ലേ, തോട്ട് ഓഫ് ദ ഡേ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഏത് ഇൻക്ലൂഡ് ചെയ്യാം? മോണ്ടിസോറിയുടെ കോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. കോഴ്സ് പറയുമ്പോൾ മോണ്ടിസോറിയുടെ കോഴ്സ് ഒന്ന് പറയാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറി ഒരുപാട് ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? റൈറ്റ് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷന്റെ ബേസിൽ. പറ്റാണ് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബുക്കുകൾ നമുക്ക് മരിയ മോണ്ടിസോറി ബുക്കുകളൊന്ന് റീഡ് ചെയ്യാം. സപ്പോസ് ഇനി ബുക്ക് വാങ്ങിച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത് കൺവേർട്ടഡ് ടു മലയാളം ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത ബുക്കുകൾ അവൈലബിൾ ആണ്. ഇനി പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ബുക്കുകൾ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പറ്റാണെങ്കിൽ നിങ്ങളത് റീഡ് ചെയ്യണം.
The Discovery of Child Education for a New World. അതൊരു ബുക്ക്, മരിയ മോണ്ടിസോറി ബുക്കാണ്. The Secret of Education, Child Training, The Child Plays and Education, Reconstruction in Education, The Montessori Method. ഇതെല്ലാം മോണ്ടിസോറി, The Advanced Montessori Method. ഇതെല്ലാം മോണ്ടിസോറിയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. മാക്സിമം ഇത്രയും എല്ലാം ഇതിൽ കൂടുതലുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡിലേക്ക് വന്നതുകൊണ്ടും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെടുന്ന കുട്ടികളായതുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം, മോണ്ടിസോറിയുടെ ബുക്കുകൾ റീഡ് ചെയ്യാം. കാരണം നമ്മുടെ ടെസ്റ്റിലുള്ള നോളജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ ഒരു മെത്തേഡിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്കൊരു ഈ ഒരു മോണ്ടിസോറിയുടെ ബുക്കുകൾ റീഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങളത് നോക്കാം കേട്ടോ. ഇനി ഡിസ്കവറി അറ്റ് കാസ ഡി പാർഡിനി വെച്ചാൽ നമ്മളൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അത് നടത്തിയതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസ്കവറീസ് മരിയ മോണ്ടിസോറി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളിൽ വന്നിട്ടുള്ള ഒരുപാട് ഡിസ്കവറിയുടെ ബേസിൽ മരിയ മോണ്ടിസോറി തന്റേതായ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ഡിസ്കവറീസ് ആണ് മരിയ മോണ്ടിസോറി കണ്ടെത്തിയത് എന്ന് നമുക്ക് നോക്കാം. മോണ്ടിസോറി ഡിസ്കവേർഡ് എ വേൾഡ് വിത്തിൻ ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ ലോകം തന്നെ എന്ത് ചെയ്തു, ഡിസ്കവർ ചെയ്തു എന്നാ പറയുന്നത്. ഇറ്റ് ഇസ് റിയലി ദിസ് ഡിസ്കവറി വിച്ച് മെയ്ഡ് ഹെർ ഫേമസ് ആൻഡ് നോട്ട് ഹെർ മെത്തേഡ്. കൂടുതൽ ഈ ഒരു ഡിസ്കവറി മരിയ മോണ്ടിസോറിനെ കുറച്ചുകൂടി ഫേമസ് ആക്കി. ആ മെത്തേഡിനേക്കാളും കൂടുതൽ നമുക്ക് മരിയ മോണ്ടിസോറിനെ കുറിച്ച് അറിയാൻ പറ്റിയത് ഈ ഫൈൻഡിങ്സിലൂടെയും ഈ ഡിസ്കവറിലൂടെയുമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത് എന്ന് ഞാൻ സമ്മപ്പ് ചെയ്ത് പറയാം. ഫസ്റ്റ് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. കുട്ടികളിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ ആക്ടിവിറ്റീസും ത്രൂ നമ്മുടെ മെറ്റീരിയൽസ് മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇഫ് ഇറ്റ് ഈസ് മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ പോലും അവനത് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ഓഫ് എറർ, വീണ്ടും അത് കൺട്രോൾ ചെയ്ത് വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ ചെയ്യുന്നതായിട്ട് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അതൊരു കുട്ടിയിൽ നടത്തിയ ഒരു പഠനമാണ്. ഒരു കുട്ടി ആ ഒരു ആക്ടിവിറ്റി വീണ്ടും പറയുമ്പോൾ 42 ടൈംസ് റിപ്പീറ്റ് ചെയ്യായിരുന്നു. ആ ഒരു എക്സസൈസ് അവൻ 42 തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അവനത് സക്സസ് അച്ചീവ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായത് എന്താണ്, കുട്ടികളിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിലൂടെ മെന്റൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിലൂടെ തന്നെ മനസ്സിലായ കാര്യമാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. കുട്ടികള് ആ ഒരു വർക്ക് വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് ഒരു റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ആ ഒരു വർക്ക് വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഇഷ്ടം ഉള്ളതായിട്ട് കണ്ടെത്തി. ലവ് ഓഫ് ഓർഡർ. മെറ്റീരിയൽസ് ഇല്ലേ മരിയ മോണ്ടിസോറി പണ്ടിട്ട് മരിയ മോണ്ടിസോറി സാധാരണയായിട്ട് മെറ്റീരിയൽസ് എന്താ ചെയ്യാറ്, ഷെൽഫിലാണ് അത് പ്ലേസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് മെറ്റീരിയൽസ് എന്തിനെടുക്കണം, അതെവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി അവര് തന്നെ ചിലപ്പോൾ ആദ്യം വരുമ്പോൾ ഫസ്റ്റ് ഡേ കുട്ടിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നില്ല. പിന്നീട് മുതിർന്ന കുട്ടികള് ആ ഒരു കാര്യങ്ങള് മെറ്റീരിയൽസ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ആ പ്ലേസുകളിൽ അവർ കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ട് കുട്ടികൾ തന്നെ നമ്മളുടെ എങ്ങനെ മനസ്സും അതേപോലെ തന്നെ ചെയ്യും. നിങ്ങൾ നോക്കി മോണ്ടിസോറി മെറ്റീരിയൽസിന് അതിന്റെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ഷെൽഫുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസിനും വെക്കാനുള്ള ഷെൽഫാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇമേജ്? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫാണ്. കുട്ടികളുടെ കംഫർട്ടിനനുസരിച്ച് അതേ ഹൈറ്റ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് അത് എടുക്കാനും ക്യാരി ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർഡർ ഓഫ് ലവ്. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. കുട്ടികൾക്ക് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ഫുൾ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, കുട്ടികൾക്ക് വേണ്ട മെറ്റീരിയൽസ് കൊടുത്തിരുന്നത്, സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഒരു ഇൻസിഡന്റ് മരിയ മോണ്ടിസോറിയുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഈ ഒരു ലവ് ഓഫ് ചോയ്സ് ഫ്രീഡം ഓഫ് ചോയ്സ് പ്രൊവൈഡ് ചെയ്തത്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
ഒരു ദിവസം മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഷെൽഫിൽ വെച്ചിട്ടത് ലോക്ക് ചെയ്യാതെയാണ് അവിടുത്തെ ടീച്ചർ പോയത്. പക്ഷെ ടീച്ചർ വന്നപ്പോൾ കുട്ടികളെല്ലാവരും നല്ല അച്ചടക്കത്തോടെ ഇരുന്ന് ഷെൽഫ് തുറന്ന് കിടക്കുന്നത് മെറ്റീരിയൽസ് വെച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നതാണ് ടീച്ചർ കണ്ടത്. ടീച്ചർ അപ്സെറ്റ് ആയി. ടീച്ചർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നിങ്ങളെ മോഷ്ടിച്ചു, എന്റെ മെറ്റീരിയൽസ് എല്ലാം മോഷ്ടിച്ചു ഞാൻ വരുന്നതിന് മുമ്പ്. ടീച്ചർ വരാൻ ലേറ്റ് ആയിട്ടാ, അതുകൊണ്ടാണ് കുട്ടികൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് അപ്സെറ്റ് ആയി, നിങ്ങൾ എന്റെ മെറ്റീരിയൽസ് ഒക്കെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. അങ്ങനെ അപ്പോ മരിയ മോണ്ടിസോറി ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് വരെയും എങ്ങനെയായിരുന്നു ലോക്കൽ ആയിട്ടുള്ള ഷെൽഫുകളായിരുന്നു. പിന്നീട് മരിയ മോണ്ടിസോറി കൊടുത്തതെന്ന് വെച്ചാൽ മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്തപ്പോൾ ഓപ്പൺ ഷെൽഫുകൾ പ്രിഫർ ചെയ്തു. ഓപ്പൺ ഷെൽഫുകൾ, അത് കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ ഷെൽഫുകൾ, ഞാൻ ആ ഇമേജ് കാണിച്ച പോലത്തെ ഓപ്പൺ ഷെൽഫുകളാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അവർ ഏത് ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളൊരു ഫ്രീഡം ആർക്ക് തന്നെ കൊടുത്തു? കുട്ടികൾക്ക് തന്നെ കൊടുത്തു. ദെൻ ലവ് ഓഫ് വർക്ക് ആണ്. കുട്ടികള് ഇപ്പൊ ഒരു കുട്ടികളെ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം അവർ കളിക്കും. ആ ടോയ്സിന് ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അത് എടുത്ത് കളയും. നമ്മളുടെ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ, കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും ഒരുപാട് ടോയ്സ്, മേ ബി ബോക്സ് കണക്കിൽ ടോയ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ടോയ്സിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെയാണ്. അതിന്റെ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അബ്സോർവ് ചെയ്തെന്ന് വെച്ചാൽ, മോണ്ടിസോറിയുടെ ഫ്രണ്ട് പ്രാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കൊടുത്തു കുട്ടികൾക്ക്. കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ടോയ്സ് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ടോയ്സ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും അവര് പ്രിഫർ ചെയ്തത് അവർ മെറ്റീരിയൽസ്, മോണ്ടിസോറി മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് വർക്ക് ചെയ്യാനാണ് കൂടുതലായിട്ട് കുട്ടികൾ താല്പര്യം കാണിച്ചത്. അപ്പൊ അതിൽ നിന്നാണ് ഏത് പ്രിൻസിപ്പിൾ ഡെറൈവ് ചെയ്ത? ലവ് ഓഫ് വർക്ക് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഡെറൈവ് ചെയ്ത്. ദെൻ മോണ്ടിസോറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിവാർഡ്സിന്റെ ഇമ്പോർട്ടൻസും, റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, മോണ്ടിസോറി സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് റിവാർഡോ അല്ലെങ്കിൽ പണിഷ്മെന്റ്, വർക്ക് ചെയ്തില്ല എന്ന് വെച്ച് പണിഷ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് കാര്യമില്ല. അപ്പോ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട വർക്ക് ചെയ്യാനും ചോയ്സും ആക്ടിവിറ്റീസും ഒക്കെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അപ്രിസിയേഷനോ റിവാർഡ്സോ അല്ലെങ്കിൽ ഒരാളത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ട? പണിഷ്മെന്റ്സ് ഒന്നും കൊടുക്കേണ്ട എന്നാണ് മോണ്ടിസോറിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അത് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. ദെൻ ലവ് ഓഫ് സൈലൻസ്, ഒരു എക്സ്പെരിമെന്റിന്റെ ബേസിലാണ് ഈ ലവ് ഓഫ് സൈലൻസ് മോണ്ടിസോറി കണ്ടെത്തിയിരിക്കുന്ന എല്ലാ പ്രിൻസിപ്പിൾസും ഒരു എക്സ്പെരിമെന്റ്സിന്റെ ബേസിലാണ്. അപ്പോൾ ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞാല്, മോണ്ടിസോറി ഒരു ദിവസം ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടീനെ, ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞ് ഉറങ്ങായിരുന്നു. ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഭയങ്കര നിശബ്ദതയാണ് അല്ലെ? ഒരു കുട്ടി ഉറങ്ങുമ്പോൾ ഒരു വീട് മൊത്തമായിട്ട് ഉറങ്ങുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ? കുഞ്ഞുകുട്ടികളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. നമ്മൾ പറയും ആരോട് സംസാരിക്കാൻ പാടില്ല, മിണ്ടരുത്. പിന്നെ ആ കുട്ടി ഉറങ്ങാണ് അല്ലെ? കൈക്കുഞ്ഞുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. നമ്മളൊക്കെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയവരാണല്ലോ. അപ്പൊ ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പൊ മരിയ മോണ്ടിസോറി കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യണം? കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുട്ടിയുടെ അത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അവൻ അത്രയും സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ അവനങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കുട്ടികൾ, മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് അത്ര നിശബ്ദതയോട് കൂടി, അവർ കുട്ടി ഉറങ്ങുന്നത് എത്ര നിശബ്ദമായിട്ടാണ്, അത്രയും നിശബ്ദതയോട് കൂടി മാത്രം ഓരോ ആക്ടിവിറ്റീസ് അവർ ചെയ്യാൻ തുടങ്ങി. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അത്രയും നിശബ്ദതയോട് കൂടി ഒരു ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു ലവ് ഓഫ് സൈലൻസ് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ആര് ഡെവലപ്പ് ചെയ്തു? മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തു. ദെൻ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. കുട്ടികള് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പറയുകയാണെങ്കിൽ റീഡ് ചെയ്യുന്നതിന് മുമ്പ് റൈറ്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാല് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യിക്കുകയാണ്, റൈറ്റ് ചെയ്യിക്കുകയാണ്. നമ്മൾ സാനിറ്റൈസർ ആൽഫബറ്റ്സ് ചെയ്യിച്ചില്ലേ? അപ്പൊ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യിക്കാണ്? അവർ എങ്ങനെയാണ് എന്നുള്ള ഷേപ്സ് വരയ്ക്കുകയാണ്. സാധാരണ കുട്ടികളെല്ലാവരും ആദ്യമൊക്കെ എന്ത് ചെയ്യാൻ വരയ്ക്കുകയാണ്. അതിങ്ങനെ വരയ്ക്കണം എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടി. കാരണം ഇങ്ങനെ എന്ന് പറയുന്ന ക്ലാസ് ലെറ്ററിലൂടെ നമ്മുടെ കൈ ഓടിച്ച് ഇങ്ങനെയാണത് വരുന്നത്. അപ്പൊ ഒരു എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പഠിച്ചു? വരയ്ക്കാനായിട്ട് പഠിച്ചു. സോ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്
അവര് ഓട്ടോമാറ്റിക്കലി നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ അവർ റീഡും റൈറ്റും ചെയ്യും. പിന്നെ നമ്മളോട് അവർ ഡിമാൻഡ് ചെയ്യും, റൈറ്റ് ചെയ്യണം, റീഡ് ചെയ്യണമെന്ന് ആരും ഡിമാൻഡ് ചെയ്യും നമ്മളോട്. തന്നെ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമുക്കറിയാം ദിബാബിനി എന്ന് പറയുന്ന സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം ഏകദേശം സ്ലംസിൽ താമസിക്കുന്ന കുട്ടികളായിരുന്നു. നമുക്കറിയാം അവര് ഭയങ്കര ഹെൽപ്പർ ആയിട്ടുള്ള, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് കുട്ടികളാണ്. അപ്പോ ആ കുട്ടികളില് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളിൽ കോമൺ ആയിട്ടൊരു സെൽഫ് ഡിസിപ്ലിൻ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. പുറത്ത് എങ്ങനെയാവട്ടെ അവൻ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം, ഇങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശം ധാരണ ആർക്കുണ്ട്, ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോ സ്പോണ്ടേനിയസ് ആയിട്ടാണ്, നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അത് വന്നത്, സെൽഫായിട്ട് വന്നൊരു ഡിസിപ്ലിൻ ആണ് കുട്ടികളിൽ കണ്ടത്. അപ്പൊ ഇത്രയുമാണ് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഡിസ്കവറീസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഡിസ്കവറീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ കേട്ടാ. അപ്പൊ ഞാൻ നെക്സ്റ്റ് പോയിന്റ് എടുക്കുന്നില്ല, ടൈം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെന്റൽ കോൺസെൻട്രേഷൻ എടുക്കാത്തത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തൊക്കെയാണ് മോണ്ടിസോറി ഡിസ്കവറീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ഇതിപ്പോ ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട്. അന്നത്തെ മരിയ മോണ്ടിസറിയുടെ കാലത്തില് അവര് എഴുതിയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ ഇന്നൊരു കുട്ടിക്ക് ഈ ഒരു പിങ്ക് ടവറും സിലിണ്ടർ ബ്ലോക്കും 42 ടൈം ഇത് ചെയ്യാൻ അവർക്ക് ബോറടിക്കില്ലേ? ശരിക്കും അവർക്ക് അത് ബോറിംഗ് അല്ലേ? പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ? പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്. പിങ്ക് ടവർ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ മെറ്റീരിയലും മോനൊന്ന് ഒരു കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കും. മോന് ചെറിയ കുട്ടികളുണ്ടോ? അതെ, ഇല്ല, ചെറിയ കുട്ടി 2 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ പ്രായമല്ലല്ലോ. ഇല്ല മാം, അങ്ങനെയല്ല. ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ടോയ് വെച്ചിട്ടുണ്ട്, കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അന്നത്തെ ഒരു ടോയ് അല്ല, ഇന്നത്തെ ഒരു റിമോട്ട് കാർ അവിടെ വെച്ചിട്ടുണ്ട്, ആ കുട്ടിക്ക് അതെല്ലാം ഇൻട്രസ്റ്റ് തോന്നും. മെത്തേഡിൽ നിന്ന് ഇന്ന് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ. എന്നിരുന്നാലും ഞാൻ കാര്യം പറയാം, ഈ ടോയുടെ കാര്യം ഞാൻ പറയാം, എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ ടോയുടെ ബാറ്ററി കംപ്ലൈന്റ് ആയി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ടോയ് കുട്ടികൾ എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടോയ് മേ ബി എന്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയാം, അത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് അവര് നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ എന്താ പറയാ, ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ അത് സേഫ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അതത് എങ്ങനെയാണ് എന്ന് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് ഈ മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസും വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കേടാ. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് അത് കിട്ടുന്നവരെയും ചിലപ്പോൾ വാശി പിടിച്ചത് വാങ്ങിക്കുന്നതായിരിക്കും, കുറച്ച് ടൈമിലേക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കത് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇൻട്രസ്റ്റ് ലൂസ് ആവുന്നതിനനുസരിച്ച് കുട്ടിയുടെ മറ്റൊരു കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റ് പോകുമ്പോൾ ആ ഒരു ടോയ് എന്തായാലും എന്ത് ചെയ്യും, അത് മാറ്റി അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടത് കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസിൽ കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മാം. പറഞ്ഞോടാ. ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. നമ്മുടെ മോണ്ടിസോറി ഫസ്റ്റ് ക്ലാസ് ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, കാസാഡി ബാംബിനി എന്ന് പറഞ്ഞ് 1907. പിന്നെ മോണ്ടിസോറി ഒത്തിരി ബുക്കുകൾ എഴുതിയതിനെ കുറിച്ചും പിന്നെ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ കുറച്ച് പോയിന്റ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ മാം പറഞ്ഞത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഫ്രെയിംസ് കുറച്ച് പേര് കാണിച്ചു, അതുപോലെ തന്നെ നീതു നന്നായിട്ട് സെമിനാർ പ്രസന്റ് ചെയ്തു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നടന്നത്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, ma'am.